ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഡേ 5 ആണ് നമ്മൾ നോക്കുന്നത്. ഹിസ്റ്ററിയിൽ കേരള നവോത്ഥാനത്തിലെ വാഗ്ഭടാനന്ദൻ സഹോദരൻ അയ്യപ്പൻ, ഇംഗ്ലീഷിൽ കോൺകോഡ്, മാത്സിൽ ഭിന്നസംഖ്യകൾ, മലയാളത്തിലെ മഹാകാവ്യം ഖണ്ഡകാവ്യം വെൺമണി പ്രസ്ഥാനം. പിന്നെ നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കുന്നുണ്ട്. CRTയിൽ +2 ഹിസ്റ്ററിയിലെ 15ാമത്തെ ചാപ്റ്റർ കേരളം ആധുനികതയിലേക്ക്. ഇത്രയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. വാഗ്ഭടാനന്ദൻ ജനനം 1885 ഏപ്രിൽ 27, ജന്മസ്ഥലം പാട്യം കണ്ണൂർ, പിതാവ് കോരൻ ഗുരുക്കൾ, മാതാവ് വയലേരി ചീരുവമ്മ, ജന്മഗൃഹം വയലേരി വീട്, യഥാർത്ഥ നാമം വയലേരി കുഞ്ഞിക്കണ്ണൻ, അന്തരിച്ച വർഷം 1939 ഒക്ടോബർ 29. വിശേഷണങ്ങൾ: VK ഗുരുക്കൾ, കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മിത്രം, മലബാറിലെ ശ്രീനാരായണ ഗുരു, ശ്രീനാരായണ ഗുരുവിൻ്റെ സമകാലീനനായിരുന്ന മലബാറിലെ നവോത്ഥാന നായകൻ, ബാലഗുരു എന്നിങ്ങനെയാണ്. കുഞ്ഞിക്കണ്ണന് വാഗ്ഭടാനന്ദൻ എന്ന നാമം നൽകിയത് തൻ്റെ ഗുരുവായ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ മലബാറിലെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആശയങ്ങളുടെ പ്രചരണത്തിന് അനുയോജ്യമായ പശ്ചാത്തലമുണ്ടാക്കി. എല്ലാ മതങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം ഒന്നു തന്നെയാണെന്നും മതങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും അഭിപ്രായപ്പെട്ടു. ജാതി പ്രമാണം ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്, കാവ്യ ഉപേക്ഷിച്ച് ഖദറണിഞ്ഞ ഒരേയൊരു നവോത്ഥാന നായകൻ, നിർഗുണോപാസന എന്ന ആരാധന രീതി അവലംബിക്കാൻ നിർദ്ദേശിച്ച നവോത്ഥാന നായകൻ, ക്ഷേത്രത്തിൽ നിലനിന്നിരുന്ന ഇളനീരാട്ടം തെറ്റാണെന്ന് വാദിച്ചു. 1911 രാജയോഗാനന്ദ കൗമുദി യോഗശാല കോഴിക്കോട് സ്ഥാപിച്ചു. കാരപ്പറമ്പിൽ സ്ഥാപിച്ച സംസ്കൃത പഠന കേന്ദ്രം ദത്തപ്രകാശിക ആശ്രമം 1906. ജനപാഠശാല സ്ഥാപിച്ചു. ഏറ്റുമാറ്റ് എന്ന സാമൂഹിക അനാചാരം നിർത്തലാക്കാൻ ശ്രമിച്ചു. ആത്മവിദ്യാസംഘം സ്ഥാപകൻ വാഗ്ഭടാനന്ദൻ, വർഷം 1917. അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സ്ഥാപിച്ച സംഘടന. സ്ഥാപിക്കാൻ മുൻകൈയെടുത്തവർ: കുന്നോത്ത് കുഞ്ഞേകു ഗുരുക്കന്മാർ, കറപ്പയിൽ കണാരൻ മാസ്റ്റർ, ധർമ്മധീരൻ, കയ്യാല ചേക്കു, പാലേരി ചന്തമ്മൻ തുടങ്ങിയവർ. പ്രധാന പ്രവർത്തന മേഖല മലബാർ ആയിരുന്നു. ആത്മവിദ്യാസംഘത്തിൻ്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന വാഗ്ഭടാനന്ദൻ്റെ കവിതയായിരുന്നു സ്വതന്ത്ര ചിന്താമണി 1921. ആത്മവിദ്യാസംഘത്തിൻ്റെ പ്രമുഖ മുഖപത്രം അഭിനവ കേരളം 1921 കോഴിക്കോടായിരുന്നു അത് ആരംഭിച്ചത്. ആത്മവിദ്യാസംഘം വനിതാ വിഭാഗം നേതാക്കളായിരുന്നു K. ദേവയാനി, P. ഭാർഗവിയമ്മ, M. ലക്ഷ്മിക്കുട്ടിയമ്മ തുടങ്ങിയവർ. ആത്മവിദ്യാസംഘത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം കാരക്കാട്. ആത്മവിദ്യാ മഹോത്സവം നടന്നത് പുന്നപ്രയിലായിരുന്നു 1932. ആത്മവിദ്യാസംഘത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെട്ട കൃതി ആത്മവിദ്യ. ആത്മവിദ്യാ കാഹളത്തിൻ്റെ പ്രഥമ പത്രാധിപർ CP രാമൻ. അഭിനവ കേരളത്തിൻ്റെ മുദ്രാവാക്യം: ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ. മറ്റു വസ്തുതകൾ: ഇളനീരാട്ടം പോലുള്ള ആചാരങ്ങൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയ വാഗ്ഭടാനന്ദൻ്റെ കൃതിയാണ് കൊട്ടിയൂർ ഉത്സവപ്പാട്ട്. കമ്മ്യൂണൽ അവാർഡിനെതിരെ 1932 ഗാന്ധിജി നിരാഹാര സമരം ആരംഭിച്ചപ്പോൾ ഗാന്ധിജിയുടെ ജീവൻ രക്ഷിക്കൂ എന്ന എഡിറ്റോറിയൽ എഴുതിയത് വാഗ്ഭടാനന്ദനാണ്. ശ്രീ വാഗ്ഭടാനന്ദൻ്റെ പേരിൽ ഒരു ജാരസന്തതി എന്ന ലഘുഗ്രന്ഥത്തിൻ്റെ കർത്താവ് PVK നെടുങ്ങാടി. ഭഗവത്ഗീതയും ഇടമറുകും എന്ന കൃതി രചിച്ച വാഗ്ഭടാനന്ദൻ്റെ പുത്രൻ VS ഹർഷവർദ്ധൻ. കോഴിക്കോട്ട് വെച്ച് പ്രീതിഭോജനം നടത്തിയ നവോത്ഥാന നായകൻ കൂടിയാണ് ഇദ്ദേഹം. പ്രീതി വിവാഹം നടത്തിയതും ഇദ്ദേഹം തന്നെയാണ്. വാഗ്ഭടാനന്ദനെക്കുറിച്ച് പന്തിഭോജനം എന്ന കൃതി രചിച്ചത് R. ബാലകൃഷ്ണൻ. മഹർഷി വാഗ്ഭടാനന്ദ ഗുരുദേവൻ എന്ന കൃതി രചിച്ചത് സ്വാമി ബ്രഹ്മവ്രതൻ. സുകുമാർ അഴീക്കോടിൻ്റെ തത്വമസി എന്ന കൃതിയിൽ പരാമർശിക്കുന്ന നവോത്ഥാന നായകനാണ് ഇദ്ദേഹം. വാഗ്ഭടാനന്ദൻ ഒരു ആർഷ സന്യാസിയായിരുന്നു, ആചാരസന്യാസി ആയിരുന്നില്ല എന്ന് പ്രസ്താവിച്ചത് സുകുമാർ അഴീക്കോട്. വാഗ്ഭടാനന്ദൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1914 ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ചായിരുന്നു. ശിവയോഗവിലാസം വാരിക കോഴിക്കോട് നിന്നും ആരംഭിച്ച വർഷം 1914. വാഗ്ഭടാനന്ദൻ തൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി തിരഞ്ഞെടുത്ത വ്യക്തി രാജാറാം മോഹൻ റോയ്. വാഗ്ഭടാനന്ദൻ വിശ്വസിച്ചിരുന്ന ദർശനം അദ്വൈത ദർശനം. ശ്രീനാരായണ ഗുരു വിഗ്രഹപ്രതിഷ്ഠ ചെയ്യുന്നതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ച നവോത്ഥാന നായകനാണ് ഇദ്ദേഹം. കാലക്രമേണ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ വിമർശകനായി മാറി. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ നാരായണീയത്തെക്കുറിച്ചുള്ള 16 തിങ്കളാഴ്ച നീണ്ടുനിന്ന പ്രസംഗ പരമ്പര തീരും മുൻപേ രോഗബാധിതനായി ഇദ്ദേഹം കിടപ്പിലായി. പിന്നീട് 1939 ഒക്ടോബർ 29 അന്തരിച്ചു. അടുത്തത് ഊരാളുങ്കൽ ഐക്യ നാണയ സംഘം. സാമ്പത്തിക ബുദ്ധിമുട്ടനുഭവിക്കുന്ന ജനതയ്ക്കായി വാഗ്ഭടാനന്ദൻ്റെ ആശീർവാദത്തോടെ ആരംഭിച്ച സംഘടനയാണ് ഊരാളുങ്കൽ ഐക്യനാണയ സംഘം.
ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ കർഷക സംഘടന സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനായിരുന്നു. ഈ സംഘടന പിൽക്കാലത്ത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയായി മാറി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റിയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രഥമ വാഗ്ഭടാനന്ദ പുരസ്കാരം നേടിയത് MT വാസുദേവൻ നായർ. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സൈബർ പാർക്ക് UL സൈബർ പാർക്ക് നെല്ലിക്കോട്, കോഴിക്കോട്. UL സൈബർ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് പ്രണബ് മുഖർജി ആയിരുന്നു 2016 ഫെബ്രുവരി 27-ന്. 2019 ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിൽ ULCCക്ക് അംഗത്വം ലഭിച്ചു. 2021 ആനുവൽ വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്റർ റിപ്പോർട്ടിൻ്റെ 10th എഡിഷനിൽ വ്യവസായ ഉപഭോക്തൃ സേവന മേഖലയിൽ ഏറ്റവും ഉയർന്ന വിറ്റുവരവുള്ള രണ്ടാമത്തെ സ്ഥാപനമായിരുന്നു ULCCS. വാഗ്ഭടാനന്ദൻ്റെ പ്രധാന ഉദ്ധരണികൾ നോക്കാം. 4 സൂക്ഷിക്കുന്നവൻ വേറൊരാളെ പട്ടിണിക്കിടുന്നു. അനവധി പണം സൂക്ഷിക്കുന്നവൻ അനവധി ജനങ്ങളെ പട്ടിണിക്കിടുന്നു. നിങ്ങളെപ്പോഴും അധർമ്മമുള്ളപ്പോഴും അന്തം പൊരുതുക. പ്രധാന മാസികകൾ: ശിവയോഗ വിലാസം, അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം, യജമാനൻ. ശിവയോഗ വിലാസം 1914 അഭിനവ കേരളം 1921, ആത്മവിദ്യാ കാഹളം 1929, യജമാനൻ 1939. പ്രധാന കൃതികൾ: ആത്മവിദ്യ, ആത്മവിദ്യാലേഖമാല, അധ്യാത്മയുദ്ധം അഥവാ ആനന്ദദർശ പ്രധ്വംസനം, ഈശ്വരവിചാരം, പ്രാർത്ഥനാഞ്ജലി, മാനസചാബല്യം, മംഗളശ്ലോകങ്ങൾ, പ്രാർത്ഥനാമഞ്ജരി, കൊട്ടിയൂർപ്പാട്ട്, ഗാന്ധിജിയും ശാസ്ത്രവ്യാഖ്യാനവും. യജമാനൻ എന്ന മാസിക ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണ് 1939 കോഴിക്കോടിൽ വെച്ച്. വേലക്കാരൻ എന്ന പത്രം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ് 1939 ചെറായി. മലബാർ ആത്മവിദ്യാ സംഘം രക്ഷാധികാരിയായിരുന്ന കല്ലിയത്ത് ചാത്തുക്കുട്ടി നമ്പ്യാരുടെ ബഹുമാനാർത്ഥം പ്രസിദ്ധീകരണം ആരംഭിച്ച മാസികയാണ് യജമാനൻ. ഇത്രയാണ് വാഗ്ഭടാനന്ദനെ കുറിച്ച് നോക്കാനുള്ളത്. അടുത്തത് സഹോദരൻ അയ്യപ്പൻ. ജനനം 1889 ഓഗസ്റ്റ് 21, ജന്മസ്ഥലം ചെറായി, എറണാകുളം. പിതാവ് കുമ്പളത്ത് പറമ്പിൽ കൊച്ചുവൈദ്യർ, മാതാവ് ഉണ്ണൂലി, പത്നി പാർവതി. അന്തരിച്ച വർഷം 1968 മാർച്ച് 6. അദ്ദേഹത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ: കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ്, അയ്യപ്പൻ മാസ്റ്റർ, പുലയൻ അയ്യപ്പൻ എന്നിങ്ങനെയാണ്. പുലയൻ അയ്യപ്പൻ എന്ന് അദ്ദേഹത്തെ വിളിച്ചത് മിശ്രഭോജനം സംഘടിപ്പിച്ചതിന് ശേഷം യാഥാസ്ഥിതികരാണ് അങ്ങനെ വിളിച്ചത്. അതുപോലെ തന്നെ കേരളത്തിലെ തൊഴിലാളി സംഘടനകളുടെ സ്ഥാപക പിതാവ് എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. അടുത്ത സഹോദര സംഘം. സ്ഥാപകൻ സഹോദരൻ അയ്യപ്പൻ. സ്ഥാപിതമായ വർഷം 1917. സഹോദര സംഘത്തിൻ്റെ പ്രധാന ലക്ഷ്യം മിശ്രവിവാഹം, മിശ്രഭോജനം എന്നിവ വഴി ജാതി നശീകരണം നടത്തുക എന്നതായിരുന്നു. അടുത്തത് സഹോദരൻ. സഹോദര സംഘത്തിൻ്റെ മുഖപത്രം ആണ് സഹോദരൻ. മനുഷ്യരെല്ലാം സഹോദരരാകുന്നു എന്ന പ്രഥമ വാക്യത്തോടെ അച്ചടിച്ചിരുന്ന മാസികയാണിത്. 1917 ഇത് തുടങ്ങുന്നത്. ആരംഭിച്ച സ്ഥലം മട്ടാഞ്ചേരി. റഷ്യൻ വിപ്ലവ നേതാവ് ലെനിനെക്കുറിച്ച് ആദ്യമായി ലേഖനം എഴുതിയ മലയാള പ്രസിദ്ധീകരണമാണ് സഹോദരൻ. അടുത്തത് മിശ്രഭോജന പ്രസ്ഥാനം. മിശ്രഭോജന പ്രസ്ഥാനം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ് 1917 മെയ് 29. സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ച സ്ഥലം ചെറായി. മിശ്രഭോജനത്തിന് പങ്കെടുത്തവരെ ആഢ്യന്മാർ വിളിച്ചിരുന്നത് പുലച്ചോലന്മാരെന്നാണ്. പിൽക്കാലത്ത് പൊതുസമൂഹത്തിൽ കോസ്മോപൊളിറ്റൻ ഡിന്നർ എന്ന പേരിൽ അറിയപ്പെട്ടത് മിശ്രഭോജനമാണ്. 2017 കേരള ഗവൺമെൻറ് 100 വർഷം ആഘോഷിച്ച സാമൂഹിക മുന്നേറ്റമാണ് മിശ്രഭോജനം. അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ നോക്കാം. വിദ്യാഭൂഷണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകി. സഹോദര സംഘം, ശ്രീനാരായണ സേവിക സമാജം എന്നിവയുടെ സ്ഥാപകൻ. അശരണരും അംഗഭംഗം സംഭവിച്ചവരുമായ വനിതകൾക്കായി സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച അഭയമന്ദിരമാണ് ശാന്തി മന്ദിരം. അനാഥ കുട്ടികളുടെ അഭയത്തിനായി സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച മന്ദിരം ആനന്ദഭവനം. കൊച്ചി രാജ്യത്ത് ഉത്തരവാദ ഭരണവും പ്രായപൂർത്തി വോട്ടവകാശവും നേടിയെടുക്കാൻ അക്ഷീണം പ്രയത്നിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ഇദ്ദേഹം. എറണാകുളത്തെ MG റോഡിൻ്റെ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ്. അടുത്തത് യുക്തിവാദി. സഹോദരൻ അയ്യപ്പൻ സ്ഥാപക എഡിറ്ററായി ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് യുക്തിവാദി. ആരംഭിച്ച വർഷം 1928. യുക്തിവാദി മാസികയുടെ ആപ്തവാക്യം: യുക്തിയേന്തി മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഘനിച്ചതിൽ ലഭിച്ചതല്ലാതില്ലൊന്നും ലോകവിജ്ഞാന രാശിയിൽ.
അടുത്തത് വേലക്കാരൻ. സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച പത്രമാണ് വേലക്കാരൻ. ആരംഭിച്ച വർഷം 1933. ഡെയിലി വർക്കർ എന്ന ബ്രിട്ടീഷ് പ്രസിദ്ധീകരണത്തിൻ്റെ മാതൃകയിലാണ് വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. പ്രധാന ഉദ്ധരണികൾ: ജാതിയെ വിധിക്കുന്ന, ജാതിയെ സ്ഥാപിക്കുന്നു, ജാതിയിൽ നിന്നിടുന്നു, ജാതിയിൽ താൻ, ഹിന്ദുമതം. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. ദൈവത്തോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കും. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ: റാണി സന്ദേശം, അഹല്യ, ഉത്തേജനം, സിദ്ധമർമ്മമാല, പരിവർത്തനം കിളിപ്പാട്ട്, വിശ്വവിജ്ഞാനകോശം, കാശി മഹാത്മ്യം, ഉജ്ജീവനം, സയൻസ് ദശകം, ദേവജാത, മാവേലി നാടുവാണിടും കാലം എന്ന കവിത, ഈഴവോദ്ബോധനം എന്ന കവിത. മറ്റ് വസ്തുതകൾ: സഹോദരൻ അയ്യപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1928. തെക്കേ ഈഴവ നിയോജക മണ്ഡലത്തിൽ നിന്നുമായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടത്. സഹോദരൻ അയ്യപ്പൻ്റെ ആദ്യകാല രാഷ്ട്രീയ പാർട്ടി നാഷണലിസ്റ്റ് പാർട്ടി. സഹോദരൻ അയ്യപ്പൻ 1938 സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി. സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച തൊഴിലാളി സംഘടന ആദി വൈപ്പിൻ തൊഴിലാളി സംഘടന. SNDP യോഗം പ്രസിഡന്റായി സഹോദരൻ അയ്യപ്പൻ തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1940. സഹോദരൻ അയ്യപ്പൻ റോഡ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്തെ വൈറ്റിലയിലാണ്. കൊച്ചി രാജാവ് വീരശൃംഖല നൽകി ആദരിച്ചിട്ടുണ്ട്. 1948 സഹോദരൻ അയ്യപ്പൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച നിയോജക മണ്ഡലം പള്ളിപ്പുറം. 1948 കൊച്ചി മന്ത്രിസഭയിൽ സഹോദരൻ അയ്യപ്പൻ കൈകാര്യം ചെയ്ത വകുപ്പ് പൊതുമരാമത്ത്. സഹോദരൻ അയ്യപ്പൻ തിരുക്കൊച്ചി മന്ത്രിസഭാംഗമായ വർഷം 1949. സഹോദരൻ അയ്യപ്പൻ സ്മാരകം ചെറായിലാണ്. സഹോദരൻ അയ്യപ്പൻ പ്രതിമ കൊച്ചിയിലാണ്. സഹോദരൻ അയ്യപ്പൻ കോളേജ് പൂത്തോട്ട എറണാകുളം. പത്രപ്രവർത്തനത്തിനുള്ള സഹോദരൻ പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി പി. സുജാതൻ 2013. സഹോദരൻ അയ്യപ്പൻ എന്ന പുസ്തകം രചിച്ചത് MP ഷീജ. സഹോദരൻ K. അയ്യപ്പൻ എന്ന പുസ്തകം രചിച്ചത് MK സാനു. കൊച്ചിയിലും തിരുവിതാംകൂറിലും തീയന്മാർക്കിടയിൽ നിലനിന്നിരുന്ന മരുമക്കത്തായം മാറ്റി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സ്വത്തിൽ തുല്യ അവകാശം നൽകുന്നതിനുള്ള ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ച് നിയമമാക്കി മാറ്റിയ നവോത്ഥാന നായകൻ. കൊച്ചി രാജ്യത്ത് ഉത്തരവാദ ഭരണകൂടം സ്ഥാപിക്കുന്നതിനു വേണ്ടിയും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കരം തീരുവയുടെ അടിസ്ഥാനത്തിൽ വോട്ടവകാശം നൽകുന്നതിനെതിരെയും ശബ്ദമുയർത്തിയ നവോത്ഥാന നായകൻ. കൊച്ചി രാജ്യത്ത് പ്രായപൂർത്തി വോട്ടവകാശം നേടിയെടുക്കാൻ ശക്തമായി പ്രവർത്തിച്ചു. ശ്രീനാരായണ ഗുരു സേവിക സമാജം സ്ഥാപിച്ചു. ഇത്രയാണ് ഹിസ്റ്ററിയിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് മലയാളമാണ്. മലയാളത്തിൽ നമ്മൾ നോക്കുന്നത് മഹാകാവ്യ പ്രസ്ഥാനം, അതുപോലെ ഖണ്ഡകാവ്യ പ്രസ്ഥാനം, വെൺമണി പ്രസ്ഥാനം. അപ്പോൾ നമുക്ക് മഹാകാവ്യ പ്രസ്ഥാനം നോക്കാം. സംസ്കൃത മഹാകാവ്യങ്ങളുടെ ചുവട് പിടിച്ച് മലയാളത്തിലും മഹാകാവ്യങ്ങളുണ്ടായി. സംസ്കൃതത്തിലെ പ്രധാന മഹാകാവ്യങ്ങളാണ് കാളിദാസൻ്റെ കുമാരസംഭവവും രഘുവംശവും. കേരളത്തിലെ ആദ്യ സംസ്കൃത മഹാകാവ്യമാണ് സുകുമാരകവിയുടെ ശ്രീകൃഷ്ണവിലാസം. മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ മഹാകാവ്യം അഴകത്ത് പത്മനാഭക്കുറുപ്പിൻ്റെ രാമചന്ദ്രവിലാസം. ആധുനിക കവിത്രയത്തിൽ ഉള്ളൂരിൻ്റെ ഉമാകേരളവും വള്ളത്തോളിൻ്റെ ചിത്രയോഗവും മഹാകാവ്യങ്ങളാണ്. മലയാളത്തിലെ ഏറ്റവും ചെറിയ മഹാകാവ്യമാണ് KC കേശവപിള്ള എഴുതിയ കേശവീയം. കട്ടക്കയം ചെറിയാൻ മാപ്പിള എഴുതിയതാണ് ശ്രീ യേശുവിജയം. സിസ്റ്റർ മേരി ബെനിഗ്ന, മാർത്തോമാ വിജയം. മഹാകാവ്യം എഴുതിയ ആദ്യ കവയിത്രിയാണ് ആരാ? സിസ്റ്റർ മേരി ബെനിഗ്ന. അടുത്തത് ഖണ്ഡകാവ്യ പ്രസ്ഥാനം. മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യം AR രാജരാജവർമ്മ രചിച്ച മലയവിലാസം. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം കുമാരനാശാൻ രചിച്ച വീണപൂവ്. വയലാർ രചിച്ച ഖണ്ഡകാവ്യമാണ് ആയിഷ. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ രചിച്ച ഖണ്ഡകാവ്യമാണ് കുടിയൊഴിക്കൽ. VC ബാലകൃഷ്ണ പണിക്കർ രചിച്ച ഖണ്ഡകാവ്യങ്ങൾ ഒരു വിലാപം, വിശ്വരൂപം. ബാലാമണിയമ്മ രചിച്ച ഖണ്ഡകാവ്യം ഒരു മഴുവിൻ്റെ കഥ. കിളിവാതിൽ എന്ന ഖണ്ഡകാവ്യം രചിച്ചത് നെല്ലിക്കൽ മുരളീധരൻ. അടുത്തത് വെൺമണി പ്രസ്ഥാനം. വെൺമണി കവികൾ എന്നറിയപ്പെടുന്നത് വെൺമണി അച്ഛൻ നമ്പൂതിരി, വെൺമണി മഹൻ നമ്പൂതിരി. വെൺമണി പ്രസ്ഥാനത്തിലെ മറ്റു പ്രമുഖർ പൂന്തോട്ടം അച്ഛൻ നമ്പൂതിരി, പൂന്തോട്ടം മഹൻ നമ്പൂതിരി, കൊടുങ്ങല്ലൂർ രാജകുടുംബം. വെൺമണി പ്രസ്ഥാനത്തിലെ ചില പ്രമുഖർ കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന കൂട്ടായ്മയാണ് കൊടുങ്ങല്ലൂർ കളരി. വെൺമണി പ്രസ്ഥാനത്തിലെ പ്രധാന രചനകൾ വെൺമണി മഹൻ നമ്പൂതിരി എഴുതിയ പൂരപ്രബന്ധം, അംബോപദേശം, ഭൂതിഭൂഷ ചരിത്രം തുടങ്ങിയവയാണ്. ആട്ടക്കഥകൾ, ത്രിപുരദഹനം,
അജ്ഞാതവാസം, ഹിരണ്യാക്ഷവധം. തുള്ളലുകൾ കുചേലവൃത്തം, ജൂബിലി മഹോത്സവം. നാടകങ്ങൾ അതിമോഹം, പ്രച്ഛന്ന പാണ്ഡവം. കവി പുഷ്പമാല, വെൺമണി മഹൻ നമ്പൂതിരി, കാത്തുള്ളിൽ അച്യുതമേനോൻ എന്നിവർ ചേർന്ന് എഴുതിയതാണ്. കവി ഭാരതം കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെയാണ്. കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ അറിയുന്ന വേറൊരു പേരാണ് കേരളവ്യാസൻ. കവി രാമായണം എഴുതിയത് മൂലൂരാണ്. കവി മൃഗാവലി എഴുതിയത് ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ. കവി പക്ഷിമാല എഴുതിയത് കോയിപ്പള്ളി പരമേശ്വര കുറുപ്പ്. പച്ചമലയാള പ്രസ്ഥാനം കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, അദ്ദേഹത്തിൻ്റെ കൃതിയാണ് നല്ല ഭാഷ. ഗജേന്ദ്രമോക്ഷം വെൺമണി അച്ഛൻ നമ്പൂതിരി എഴുതിയതാണ്. ഇത്രയാണ് നമുക്ക് മലയാളത്തിൽ നോക്കാനുള്ളത്. മലയാളത്തിൽ നിന്നൊരു കുഞ്ഞു ടോപ്പിക്കായിരുന്നു. ഇനി നമുക്ക് കറണ്ട് അഫയേഴ്സാണ് നോക്കാനുള്ളത്. പത്മപുരസ്കാരങ്ങൾ നോക്കാം. 2023 പത്മപുരസ്കാരങ്ങൾ. പത്മവിഭൂഷൺ 6 പേർക്ക് ലഭിച്ചിരുന്നു. പത്മഭൂഷൺ 9 പേർക്ക്. പത്മശ്രീ 91 പേർക്ക് ലഭിച്ചു. അതിൽ 4 മലയാളികളുണ്ട്. പത്മവിഭൂഷൺ ജേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. മുലായം സിംഗ് യാദവ് UP മുൻ മുഖ്യമന്ത്രിയായിരുന്നു. മരണാനന്തരാണ് ലഭിച്ചത്. ദിലീപ് മഹലനോബിസ് ORSൻ്റെ പിതാവാണ്. അദ്ദേഹത്തിനും മരണാനന്തര ബഹുമതിയാണ്. ബാലകൃഷ്ണ ദോഷി വാസ്തുശില്പിയായിരുന്നു. മരണാനന്തര ബഹുമതിയാണ്. SM കൃഷ്ണ കർണാടക മുൻ മുഖ്യമന്ത്രി. സക്കീർ ഹുസൈൻ തബലയ്ക്കാണ് ലഭിച്ചത്. ആർട്ട് വിഭാഗത്തിൽ തബലയ്ക്കാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ശ്രീനിവാസ വരദൻ ഗണിതശാസ്ത്രജ്ഞൻ. അടുത്തത് പത്മഭൂഷൺ ജേതാക്കൾ 9 പേരുണ്ടായിരുന്നു. ആരാന്ന് നോക്കാം. വാണി ജയറാം പിന്നണി ഗായിക. SL ഭൈരപ്പ കന്നഡ നോവലിസ്റ്റായിരുന്നു. കുമാരമംഗലം ബിർള ട്രൈഡൻ്റ് ഇൻഡസ്ട്രീസ് വിഭാഗത്തിലാണ് ലഭിച്ചത്. ദീപക് ദർ ശാസ്ത്ര സാങ്കേതിക വിഭാഗത്തിലാണ് ലഭിച്ചത്. സ്വാമി ചിന്നാജിയാർ ആത്മീയത. സമൻ കല്യാൺപൂർ പിന്നണി ഗായിക. കപിൽ കപൂർ സാഹിത്യം വിദ്യാഭ്യാസം എന്നീ മേഖലയിലാണ് ലഭിച്ചത്. സദാമൂർത്തി സോഷ്യൽ വർക്ക്. കമലേഷ് D പട്ടേൽ ആത്മീയത. ഇത്രയും നേടിയ മലയാളികൾ ആരൊക്കെയാണെന്ന് നോക്കാം. 4 പേരുണ്ട്. VP അപ്പുക്കുട്ടൻ പുതുവാൾ, ചെറുവയൽ രാമൻ. ഇവർക്ക് 2 പേർക്കും കൂടി കാർഷിക വിഭാഗത്തിലാണ് ലഭിച്ചത്. SRD പ്രസാദ് കായിക വിഭാഗത്തിലാണ്. ഇദ്ദേഹം കളരിപ്പയറ്റ് പരിശീലകനാണ്. CI ഐസക്ക് സാഹിത്യം വിദ്യാഭ്യാസം ഈ വിഭാഗത്തിലാണ് പത്മശ്രീ നേടിയത്. ഓസ്കാർ നോമിനേഷൻ ലഭിച്ച നാട്ടു നാട്ടു എന്ന തെലുങ്ക് ഗാനത്തിൻ്റെ സംഗീത സംവിധായകൻ MM കീരവാണിക്ക് പത്മശ്രീ ലഭിച്ചിരുന്നു. അന്തരിച്ച പ്രമുഖ വ്യവസായി രാകേഷ് ചുൻചുൻവാല, അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ചിരുന്നു. നടി രവീണ ടണ്ടൻ, ക്രിക്കറ്റ് താരം ഗുർചരൺ സിംഗ് എന്നിവർക്കും പത്മശ്രീ ലഭിച്ചു. അടുത്തത് രാജ്യത്ത് ആദ്യമായി ഡിജിറ്റൽ അഡിക്ഷൻ സെൻ്ററുകൾ സ്ഥാപിക്കുന്ന സംസ്ഥാനം കേരളമാണ്. DDAD ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻറ്റർ. അടുത്തത് 2023 ഫെബ്രുവരിയിൽ മാലിന്യം കൊണ്ടുപോകുന്ന പൊതു സ്വകാര്യ വാഹനങ്ങളിൽ ഹോളോഗ്രാം സ്റ്റിക്കർ നിർബന്ധമാക്കുന്ന സംസ്ഥാനം കേരളം. 2023 ഫെബ്രുവരിയിൽ വനിതകളുടെ ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് കേരളം. വനിതാ വിഭാഗം ഫുട്ബോളിൽ മണിപ്പൂരാണ് സ്വർണ്ണ മെഡൽ നേടിയത്. 2023 ഫെബ്രുവരിയിൽ നടന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ പുരുഷ വിഭാഗം ഫുട്ബോളിൽ സ്വർണ്ണ മെഡൽ നേടിയത് കേരളം. 2023 ഫെബ്രുവരിയിൽ ഏത് സംസ്ഥാന സർക്കാരാണ് ബസ്സുകളിൽ ക്യാമറ നിർബന്ധമാക്കാൻ തീരുമാനിച്ചത്? കേരളം. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം. സർക്കാർ ജീവനക്കാർ യൂട്യൂബ് ചാനൽസ് തുടങ്ങുന്നതിന് വിലക്കേർപ്പെടുത്തിയ സംസ്ഥാനം കേരളം. 2023 ഫെബ്രുവരിയിൽ കോളേജ് അധ്യാപക നിയമനത്തിനുള്ള പ്രായപരിധി ഒഴിവാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. 2023 ഫെബ്രുവരിയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം നടപ്പിലാക്കുന്ന കേരളത്തിലെ ആദ്യ സൈനിക സ്കൂൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് മലാപ്പറമ്പ്, കോഴിക്കോട്. 2023 ഫെബ്രുവരിയിൽ കേരള ഗാന്ധി K. കേളപ്പൻ്റെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നത് തവനൂരിൽ. 38ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി മാർ ബസേലിയസ് ക്രിസ്ത്യൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, കുട്ടിക്കാനം, ഇടുക്കി. രാജ്യത്ത് ആദ്യമായി 84 വയസ്സുള്ള ആൾക്ക് ഡയഫ്രമാറ്റിക് ഹെർണിയ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെ വിജയകരമായി പൂർത്തിയാക്കിയ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. രാജ്യത്ത് ആദ്യമായി പ്രാദേശിക ഭാഷയിൽ ഉത്തരവുകൾ ലഭ്യമാക്കുന്ന ഹൈക്കോടതി കേരള ഹൈക്കോടതി. നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായുള്ള സുപ്രീംകോടതി വിധിക്ക് അനുവാദ് സോഫ്റ്റ്വെയർ സുവാസ് ആണ് പരിഭാഷയ്ക്ക് ഉപയോഗിക്കുന്നത്. 2023 ആഗോള ഉത്തരവാദിത്ത ടൂറിസം ഉച്ചകോടിയുടെ വേദി കുമരകം. ഇന്ത്യയിൽ ആദ്യമായി കടലിൽ കാറ്റാടിപ്പാടം ഒരുക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കുന്നത് വിഴിഞ്ഞത്താണ്. അപ്പോൾ ഇത്രയാണെന്ന് നമ്മൾ നോക്കുന്ന
കറണ്ട് അഫെയർസ്. SCERTയിൽ നമ്മൾ നോക്കുന്നത് 12ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ 15ാമത്തെ ചാപ്റ്റർ കേരളം ആധുനികതയിലേക്ക്. ആദ്യം പറയുന്നത് ബ്രിട്ടീഷ് കൊളോണിയലിസവും കേരളവും അതിനെക്കുറിച്ചിട്ടാണ്. 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തോടെ കേരളത്തിലെ 3 മേഖലകളായ മലബാറും കൊച്ചിയും തിരുവിതാംകൂറും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിൽ വന്നു. മലബാർ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു. കൊച്ചിയെയും തിരുവിതാംകൂറിനെയും റെസിഡൻ്റ് മുഖേന പരോക്ഷമായി നിയന്ത്രിച്ചു. മൈസൂരിയൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നത് 1792 ശ്രീരംഗപട്ടണം സമാധാന സന്ധിയെ തുടർന്നാണ്. 1791 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഉണ്ടാക്കിയ ഉടമ്പടിയുടെ ഭാഗമായി കൊച്ചി രാജാവ് അവരുടെ സാമന്തനായി. 1800 കൊച്ചി പൂർണ്ണമായും ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള ഒരു നാട്ടുരാജ്യമായി മാറി. അടുത്തത് കേരളത്തിലെ കൊളോണിയൽ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെക്കുറിച്ചാണ്. കേരളത്തിൻ്റെ 3 ഭാഗങ്ങളും കീഴടക്കിയതിനു ശേഷം ബ്രിട്ടീഷുകാർ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലും നിയമവ്യവസ്ഥകളിലും ഇടപെടാൻ തുടങ്ങി. റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. സ്വാഭാവികമായും ജനങ്ങൾക്ക് മേൽ അവർ കനത്ത നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. മലബാറിലെ റവന്യൂ വ്യവസ്ഥയിലാണ് ബ്രിട്ടീഷുകാർ ആദ്യമായി മാറ്റം കൊണ്ടുവന്നത്. പരമ്പരാഗതമായി ഭൂമി കൈവശം വെച്ച് പോന്നിരുന്ന നമ്പൂതിരിമാരെ അവർ ഭൂമിയുടെ ഉടമകളാക്കി അംഗീകരിച്ചു. ഭൂവുടമകൾക്കും കുടിയാന്മാർക്കുമിടയിൽ കാണക്കാർ എന്ന മധ്യവർത്തികൾ ആയ കുടിയാന്മാരെയും സൃഷ്ടിച്ചു. ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെ ഭൂവുടമകളും കാണക്കാരും ചേർന്ന് കുടിയാന്മാരെ സംയുക്തമായി ചൂഷണം ചെയ്തു. കൊളോണിയൽ കാലഘട്ടത്തിൽ കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ ഒരു പ്രധാന മാറ്റം തോട്ടവിളകളുടെ വളർച്ചയാണ്. കേരളത്തിൽ തോട്ടങ്ങൾ സ്ഥാപിക്കാനും മൂലധനം നിക്ഷേപിക്കാനും യൂറോപ്യർ മുൻകൈയെടുത്തു. തേയില, കാപ്പി, റബ്ബർ, ഏലം തുടങ്ങിയവയായിരുന്നു പ്രധാന തോട്ടവിളകൾ. 1930കളുടെ മധ്യത്തോടെ ഗവൺമെൻറ് പുതിയ വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് സ്വകാര്യ സംരംഭകർക്ക് പ്രോത്സാഹനവും ധനസഹായവും നൽകി തുടങ്ങി. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിലും ഇക്കാലത്ത് ഗവൺമെൻറ് ശ്രദ്ധ ചെലുത്തുകയുണ്ടായി. നിരവധി റോഡുകൾ, പാലങ്ങൾ, റെയിൽവേ പാതകൾ എന്നിവ ഇക്കാലത്ത് നിർമ്മിക്കപ്പെട്ടു. ബേപ്പൂർ മുതൽ തിരൂർ വരെയുള്ള കേരളത്തിലെ ആദ്യ റെയിൽപാത ആരംഭിച്ചത് 1861 കാലഘട്ടത്തിലാണ്. അടുത്തത് വിജ്ഞാന വ്യാപനം. യൂറോപ്യന്മാരുടെ ആഗമനവും വിദേശ മിഷണറിമാരുടെ ഇടപെടലും വിജ്ഞാന രംഗത്ത് അഗാധമായ സ്വാധീനം സൃഷ്ടിക്കുകയുണ്ടായി. 1577 പോർച്ചുഗീസുകാർ കേരളത്തിൽ അച്ചടി യന്ത്രം കൊണ്ടുവന്നു. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ പുസ്തകം 1772 പ്രസിദ്ധീകരിച്ച സംക്ഷേപ വേദാർത്ഥമാണ്. ഒരു ജർമ്മൻ മിഷണറി ആയിരുന്ന അർണോസ് പാതിരി മലയാളത്തിലെ ആദ്യത്തെ ശബ്ദകോശവും ബെഞ്ചമിൻ ബെയ്ലി ഒരു ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവും പ്രസിദ്ധീകരിച്ചു. മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ടാണ്. അദ്ദേഹം ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനിലെ അംഗമായിരുന്നു. അദ്ദേഹം പ്രസിദ്ധീകരിച്ച 2 പത്രങ്ങളാണ് രാജ്യസമാചാരവും പശ്ചിമോദയവും. കേരള സമൂഹത്തിൻ്റെ ആധുനികവൽക്കരണത്തിന് പുറകിലുള്ള മറ്റൊരു ചാലകശക്തി വിദ്യാഭ്യാസമാണ്. ഈ രംഗത്ത് ക്രൈസ്തവ മിഷനറികൾ നൽകിയ സംഭാവനകൾ അമൂല്യമാണ്. ക്രൈസ്തവ മിഷനറിമാർ വിദ്യാഭ്യാസ രംഗത്ത് നൽകിയ സംഭാവനകൾ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരാൻ കേരളത്തിലെ ഭരണാധികാരികൾക്ക് പ്രചോദനമേകി. അടുത്തത് നിയമവ്യവസ്ഥ. രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയിൽ ബ്രിട്ടീഷുകാർ ദൂരവ്യാപകമായ മാറ്റങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. കൊളോണിയൽ കാലഘട്ടത്തിനു മുമ്പ് ജാതിവ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു നിയമവ്യവസ്ഥയാണ് കേരളത്തിൽ നിലനിന്നിരുന്നത്. സത്യപരീക്ഷ ഇതിൻ്റെ പ്രധാന ഘടകമായിരുന്നു. കുറ്റവാളികളെ വിചാരണ ചെയ്യുന്നതും ശിക്ഷിച്ചിരുന്നതും ജാതിശ്രേണിയിൽ അവർക്കുള്ള സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യ പുതിയ രീതിയിലുള്ള സിവിൽ ക്രിമിനൽ കോടതികളുടെ ഒരു ശ്രേണി സ്ഥാപിച്ചു. നിയമവാഴ്ച, നിയമത്തിനു മുന്നിലെ സമത്വം എന്നീ സങ്കല്പങ്ങൾ അവർ ഇവിടെ നടപ്പാക്കി. അടുത്തത് കൊളോണിയലിസത്തിനെതിരെയുള്ള ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ. കേരളത്തിൽ ബ്രിട്ടീഷുകാർ പരമാധികാരം സ്ഥാപിച്ചതോടെ അവർക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു. പഴശ്ശിരാജ, കുറിച്യർ, മലബാറിലെ മാപ്പിളമാർ, വേലുത്തമ്പിയും പാലിയത്തച്ഛനും എന്നിവരാണ് ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത്. പഴശ്ശി കലാപം. ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഉയർന്നു വന്ന കലാപങ്ങളിൽ ഏറ്റവും ശക്തമായ കലാപമായിരുന്നു പഴശ്ശി കലാപം. മലബാറിൽ ആധിപത്യം സ്ഥാപിച്ച ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ഈ കലാപത്തിന് വഴിയൊരുക്കിയത്. മലബാറിലെ കോട്ടയം രാജവംശത്തിൽപ്പെട്ട പഴശ്ശിരാജയും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള ആദ്യകാല ബന്ധം സൗഹാർദ്ദപരമായിരുന്നു. ആംഗ്ലോ മൈസൂർ യുദ്ധകാലത്ത് ബ്രിട്ടീഷുകാരെ സഹായിക്കുന്ന നിലപാടിലായിരുന്നു പഴശ്ശി.
പകരമായി നികുതി പിരിക്കാനുള്ള അവകാശം നൽകാമെന്ന് ബ്രിട്ടീഷുകാർ വാഗ്ദാനം നൽകിയിരുന്നു. യുദ്ധാനന്തരം നികുതി പിരിച്ചെടുക്കാനുള്ള അവകാശം ബ്രിട്ടീഷുകാർ തനിക്ക് നൽകാതെ കുറുമ്പ്രനാട് രാജാവിന് നൽകിയതാണ് പഴശ്ശിയെ പ്രകോപിതനാക്കിയത്. പഴശ്ശി കലാപത്തിന് 2 ഘട്ടങ്ങളുണ്ടായിരുന്നു. 1793 മുതൽ 97 വരെയുള്ള കാലഘട്ടമാണ് ഒന്നാം ഘട്ടം. ബ്രിട്ടീഷുകാർക്കുള്ള നികുതി പിരിവ് തടഞ്ഞുകൊണ്ട് പഴശ്ശിരാജാവ് കലാപത്തിന് തുടക്കം കുറിച്ചു. മുസ്ലിം നായർ കർഷകരും ഗോത്രവർഗ്ഗക്കാരായ കുറിച്യരും കുറുമ്പ്രരും ഉൾപ്പെടുന്ന പഴശ്ശിയുടെ സൈന്യം കമ്പനി സേനയ്ക്കെതിരെ അതിശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തി. മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്കെതിരെ വീണ്ടും യുദ്ധം ആരംഭിച്ചതോടെ പഴശ്ശിയുമായി ബ്രിട്ടീഷുകാർ സന്ധിക്ക് തയ്യാറായി. ഇതോടെ ഒന്നാം ഘട്ടം അവസാനിച്ചു. കലാപത്തിൻ്റെ 2ാം ഘട്ടം ആരംഭിച്ച 1800-ലാണ്. വയനാടിനെ ചൊല്ലിയുള്ള തർക്കമാണ് കലാപത്തിൻ്റെ 2ാം ഘട്ടത്തിന് വഴിയൊരുക്കിയത്. കുറിച്യരുടെയും കുറുമ്പ്രരുടെയും സഹായത്തോടെ പഴശ്ശി രാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തി. തലശ്ശേരിയിലെ കളക്ടറായിരുന്ന തോമസ് ഹാർവി ബേബർ കോൽക്കാർ എന്ന പ്രാദേശിക സൈന്യത്തിൻ്റെ സഹായത്തോടെ പഴശ്ശിയെ ആക്രമിച്ചു. 1805 നവംബർ 30-ന് വയനാട്ടിലെ മാവിലത്തോട് എന്ന സ്ഥലത്ത് വെച്ച് നടന്ന ഏറ്റുമുട്ടലിൽ പഴശ്ശി കൊല്ലപ്പെട്ടു. വേലുത്തമ്പിയും പാലിയത്തച്ഛനും തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും റെസിഡൻ്റായി നിയമിതനായ മെക്കാളെ ആഭ്യന്തര ഭരണകാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാൻ തുടങ്ങിയതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പിയെയും പാലിയത്തച്ഛനെയും പ്രേരിപ്പിച്ചത്. തിരുവിതാംകൂറിൻ്റെ സാമ്പത്തിക വിഷമത പരിഗണിക്കാതെ കമ്പനിക്ക് നൽകുവാനുള്ള കപ്പം ഉടൻ അടച്ചു തീർക്കണമെന്ന് മെക്കാളെ വാശി പിടിച്ചു. കൂടാതെ ഭാരിച്ച നികുതി കുടിശ്ശിക വരുത്തിവെച്ച മാത്തൂത്തരകൻ്റെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള വേലുത്തമ്പി ദളവയുടെ ഉത്തരവ് മെക്കാളെ റദ്ദാക്കിയതും കലാപത്തിന് വഴിയൊരുക്കി. മെക്കാളെയുമായി ശത്രുത വെച്ച് പുലർത്തിയിരുന്ന കൊച്ചിയിലെ പാലിയത്തച്ഛനുമായി വേലുത്തമ്പി ഒരു രഹസ്യധാരണയിലെത്തി. മൗറീഷ്യസിലെ ഫ്രഞ്ചുകാരുടെ സഹായവും വേലുത്തമ്പി തേടുകയുണ്ടായി. വേലുത്തമ്പിയുടെയും പാലിയത്തച്ഛൻ്റെയും സംയുക്ത സൈന്യം 1808-ൽ മെക്കാളെയുടെ കൊച്ചിയിലെ വസതിക്ക് നേരെ ആക്രമണം നടത്തി. പക്ഷേ ഈ ആക്രമണത്തിൽ നിന്നും മെക്കാളെ രക്ഷപ്പെട്ടു. കലാപം നടന്നുകൊണ്ടിരിക്കെ കുണ്ടറയിലെത്തിയ വേലുത്തമ്പി അവിടെ വെച്ച് 1809 ജനുവരിയിൽ ഒരു വിളംബരം നടത്തി. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൽ ജനങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നടത്തിയ ഈ വിളംബരം കുണ്ടറ വിളംബരം എന്നറിയപ്പെടുന്നു. ബ്രിട്ടീഷുകാർ ശക്തമായി തിരിച്ചടിച്ചു. അവർ കൊച്ചി ആക്രമിച്ചതോടെ പാലിയത്തച്ഛൻ യുദ്ധരംഗത്ത് നിന്നും പിന്മാറി. ബ്രിട്ടീഷുകാരുടെ ഭീഷണിക്ക് വഴങ്ങിയ തിരുവിതാംകൂർ രാജാവ് വേലുത്തമ്പിയെ സ്ഥാനഭ്രഷ്ടനാക്കുകയും ഉമ്മിണിത്തമ്പിയെ പുതിയ ദളവയായി നിയമിക്കുകയും ചെയ്തു. പുതിയ ദളവ വേലുത്തമ്പിയെ പിടികൂടാൻ ഉത്തരവിട്ടു. വേലുത്തമ്പി മണ്ണടിയിലെ ഒരു വീട്ടിൽ അഭയം പ്രാപിച്ചു. ബ്രിട്ടീഷ് സേന വീട് വളഞ്ഞപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അടുത്ത കുറിച്യ കലാപം 1812-ൽ വയനാട്ടിലെ ഗോത്രവർഗ്ഗമായ കുറിച്യരും കുറുമ്പ്രരും രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ പോരാട്ടം ആരംഭിച്ചു. ഗോത്രവർഗ്ഗക്കാരുടെ പരമ്പരാഗത കൃഷിരീതിയായ വെട്ടിച്ചൂട്ട് കൃഷി കാടുകളിൽ നടത്താൻ അനുവദിക്കാതിരുന്നതും ബ്രിട്ടീഷുകാർക്ക് നൽകേണ്ട നികുതി സാധനങ്ങളായി നൽകുക എന്നതിനു പകരം പണമായി തന്നെ നൽകണമെന്ന് വാശി പിടിച്ചതുമാണ് ഈ കലാപത്തിൻ്റെ കാരണം. അടുത്തത് മാപ്പിള ലഹളകൾ. 19-ാം നൂറ്റാണ്ടിൽ മലബാറിൽ രക്തരൂക്ഷിതമായ കലാപങ്ങളുടെ ഒരു പരമ്പര തന്നെ നടന്നു. ഇവയെ മാപ്പിള ലഹളകൾ എന്നാണ് വിളിക്കുന്നത്. 1836-നും 1853-നും മധ്യേ ഏകദേശം 50ഓളം കലാപങ്ങൾ തെക്കേ മലബാറിൽ നടക്കുകയുണ്ടായി. ഈ കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട വില്യം ലോഗൻ്റെ അഭിപ്രായത്തിൽ ഈ കലാപത്തിൻ്റെ അടിസ്ഥാന കാരണം കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും ദാരിദ്ര്യവുമാണ്. ഈ കലാപങ്ങളുടെ ഒരു തുടർച്ചയെന്നോണമാണ് 1921-ലെ കലാപം അരങ്ങേറിയത്. 19-20 നൂറ്റാണ്ടുകളിലെ സാമൂഹ്യ മത നവീകരണ പ്രസ്ഥാനങ്ങൾ. 19-ാം നൂറ്റാണ്ടിലെ കേരള സമൂഹത്തിൽ മതപരമായ ധാരാളം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സാമൂഹ്യ ഉച്ചനീചത്വങ്ങളും നിലനിന്നിരുന്നു. ഇതിനെതിരെ അതിശക്തമായ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ അരങ്ങേറുകയുണ്ടായി. ഇത്തരം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പ്രമുഖ വ്യക്തികളാണ് താഴെ പറയുന്നവർ. വൈകുണ്ഠസ്വാമികൾ. സാമൂഹ്യ പരിഷ്കരണം ലക്ഷ്യമാക്കി വൈകുണ്ഠസ്വാമികൾ രൂപീകരിച്ച പ്രസ്ഥാനമാണ് സമത്വ സമാജം. തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി അദ്ദേഹം രചിച്ച പുസ്തകങ്ങളാണ് അഖിലത്തിരട്ട്, അരുൾനൂൽ എന്നിവ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് അദ്ദേഹമാണ്. എല്ലാത്തരം വിവേചനങ്ങളെയും എതിർത്ത അദ്ദേഹം സാമൂഹ്യ സമത്വത്തിനു വേണ്ടി നിലകൊണ്ടു. അടുത്ത ശ്രീനാരായണ ഗുരു. സാമൂഹ്യ പരിഷ്കരണം ലക്ഷ്യമാക്കി ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. തൻ്റെ ആശയപ്രചരണത്തിനായി അദ്ദേഹം രചിച്ച പുസ്തകങ്ങളാണ് ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, ശിവശതകം, നവമഞ്ചരി തുടങ്ങിയവ. അന്ധവിശ്വാസങ്ങൾ, ജാതി വിവേചനങ്ങൾ എന്നിവ അവസാനിപ്പിക്കുന്നതിനു വേണ്ടി അദ്ദേഹം നിലകൊണ്ടു. 1888-ൽ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന പ്രസിദ്ധവാക്യം ഉയർത്തിയതും അദ്ദേഹമാണ്. ചട്ടമ്പി സ്വാമികൾ. ജാതി
യുക്തിരഹിതമായ സാമൂഹ്യ അനുഷ്ഠാനങ്ങൾ, വേദപഠനത്തിനുള്ള ബ്രാഹ്മണ കുത്തക എന്നിവ എതിർത്ത ചട്ടമ്പി സ്വാമികൾ മലയാള ഭാഷാരംഗത്തും അമൂല്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. അയ്യങ്കാളി പിന്നോക്ക ജാതിയിൽപ്പെട്ടവർക്ക് പൊതുവഴികൾ തുറന്നു കിട്ടുന്നതിനും വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള പൗരാവകാശങ്ങൾ ലഭിക്കുന്നതിനും വേണ്ടി ശക്തമായി പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. താഴ്ന്ന ജാതിയിൽപ്പെട്ടവരുടെ വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ചു. ആശയപ്രചരണത്തിനായി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരളത്തിലെ മുസ്ലിം ആധുനികവൽക്കരണത്തിൻ്റെ ശില്പിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാസഭ. ആശയപ്രചരണത്തിനായി അദ്ദേഹം പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണങ്ങളാണ് സ്വദേശാഭിമാനി, അൽ ഇസ്ലാം എന്നിവ. മുസ്ലിങ്ങളോട് പാശ്ചാത്യ വിദ്യാഭ്യാസം സ്വീകരിക്കുവാനും പുരോഗമന പ്രസ്ഥാനങ്ങളിൽ പങ്കെടുക്കുവാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘത്തിൻ്റെ സ്ഥാപകൻ. അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം എന്നിവയാണ് പ്രധാന പ്രസിദ്ധീകരണങ്ങൾ. താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശന അവകാശത്തിനു വേണ്ടി നിലകൊണ്ട അദ്ദേഹം ദുർബല വിഭാഗങ്ങളുടെ സാമ്പത്തിക പുരോഗതിയിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചു. ജാതി വിഗ്രഹാരാധന എന്നിവ എതിർത്ത അദ്ദേഹം യുക്തിചിന്ത, വിമർശന ചിന്ത എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു. മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറ വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ സംഭാവനകൾ നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ്. ആത്മാനുതാപം, ഇടയനാടകങ്ങൾ, ധ്യാനസല്ലാപങ്ങൾ എന്നിവ പ്രധാന പ്രസിദ്ധീകരണങ്ങൾ. സംസ്കൃത വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചു. മാന്നാനത്തൊരു സംസ്കൃത സ്കൂൾ ആരംഭിച്ചു. വൃദ്ധർക്കും ദരിദ്രർക്കുമായി അനാഥാലയങ്ങളും അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. വി.ടി. ഭട്ടതിരിപ്പാട് നമ്പൂതിരി സ്ത്രീകളും വിധവകളും സമുദായത്തിനകത്ത് അനുഭവിച്ചുകൊണ്ടിരുന്ന അപമാനത്തിനും ഒറ്റപ്പെടലിനുമെതിരെ ശക്തമായി പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവ്. സ്ത്രീധന സമ്പ്രദായം, ശൈശവവിവാഹം എന്നിവയെ എതിർത്തു. അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് എന്ന നാടകത്തിൻ്റെ രചയിതാവാണ്. അടുത്ത ഒരു ജനാധിപത്യ സമൂഹത്തിന് വേണ്ടിയുള്ള പോരാട്ടം. കേരളീയ സമൂഹത്തിൽ ഒട്ടനവധി അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും സാമൂഹ്യ തിന്മകളും നിലനിന്നിരുന്നു. അവയ്ക്കെതിരെ ശക്തമായ സമരങ്ങളാണ് 19-ാം നൂറ്റാണ്ടിലെ രണ്ടാം പകുതിയിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ഒന്നാം പകുതിയിലും ഉയർന്നു വന്നത്. ചാന്നാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശത്തിനു വേണ്ടി നടന്ന സമരമായിരുന്നു ചാന്നാർ ലഹള. ഈ പ്രക്ഷോഭം അരങ്ങേറിയത് തെക്കേ തിരുവിതാംകൂറിലാണ്. ക്രിസ്തുമതത്തിൽ ചേർന്ന ചാന്നാർ സ്ത്രീകൾക്ക് കുപ്പായം ധരിക്കാൻ അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് കേണൽ മൺറോ പുറപ്പെടുവിക്കുകയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവിടങ്ങളിൽ കുപ്പായം ധരിച്ച് പ്രത്യക്ഷപ്പെട്ട സ്ത്രീകളെ സവർണ ഹിന്ദുക്കൾ ആക്രമിച്ചു. ചാന്നാർ സ്ത്രീകൾ പ്രത്യാക്രമണവും നടത്തി. തുടർന്ന് 1889 ജൂലൈ 26-ന് വസ്ത്രധാരണത്തിനുള്ള എല്ലാ നിയന്ത്രണങ്ങളും നീക്കി ഗവൺമെൻറ് ഒരു രാജകീയ വിളംബരം പുറത്തിറക്കി. വൈക്കം സത്യാഗ്രഹം 1924 അയിത്തത്തിനെതിരെ കേരളത്തിൽ ഉയർന്നു വന്ന ആദ്യത്തെ പ്രധാന സമരം. വൈക്കം ക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡുകളിലൂടെ അവർണർക്ക് കൂടി സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചു കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. ടി.കെ. മാധവൻ, മന്നത്ത് പത്മനാഭൻ, സി.വി. കുഞ്ഞിരാമൻ, കെ.പി. കേശവമേനോൻ തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത്. ഈ സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ജാഥയാണ് സവർണ ജാഥ. ഒടുവിൽ ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് സമരം വിജയകരമായി അവസാനിച്ചു. ക്ഷേത്രത്തിന് സമീപമുള്ള റോഡുകൾ ജാതി വ്യത്യാസമന്യേ എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നുകൊടുത്തുകൊണ്ട് ഗവൺമെൻറ് ഒരു ഉത്തരവ് പുറത്തിറക്കി. അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹം. അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന സമരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് ആരംഭിച്ച സമരം 1931 നവംബർ 1-നാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. കെ. കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, എ. കെ. ഗോപാലൻ, പി. കൃഷ്ണപിള്ള തുടങ്ങിയവരാണ് ഈ സമരത്തിന് നേതൃത്വം നൽകിയത്. ക്ഷേത്രത്തിന് മുന്നിൽ കെ. കേളപ്പൻ ഒരു അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ചു. ഗാന്ധിജിയുടെ ഉപദേശപ്രകാരം 1932 ഒക്ടോബർ 2 ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചു. ക്ഷേത്രപ്രവേശനത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ പൊന്നാനി താലൂക്കിലെ ഹിന്ദുക്കൾക്കിടയിൽ ജനഹിത പരിശോധന നടത്തി. ജനങ്ങളിൽ ഭൂരിഭാഗവും അവർണരുടെ ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചു. അടിയന്തര ലക്ഷ്യം നേടുന്നതിൽ ഗുരുവായൂർ സത്യാഗ്രഹം പരാജയപ്പെട്ടുവെങ്കിലും ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായ കാലാവസ്ഥയും അഭിപ്രായവും സൃഷ്ടിക്കുന്നതിന് അത് സഹായകരമായി. അടുത്ത ക്ഷേത്രപ്രവേശന വിളംബരം
1936 നവംബർ 12 തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ചു. ഇത് പ്രകാരം തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളും ജാതിഭേദമന്യേ എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നുകൊടുത്തു. ആധുനിക കാലത്തെ മഹാത്ഭുതമെന്നാണ് ഈ വിളംബരത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അടുത്തത് പാലിയം സത്യാഗ്രഹം. പാലിയത്തെ പൊതുവഴികളിലൂടെ പിന്നോക്ക ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരുന്നു. പിന്നോക്ക ജാതിയിൽപ്പെട്ടവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം ഉയർത്തി നടന്ന ഈ സമരത്തിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത് കൊച്ചി സ്റ്റേറ്റ് പ്രജാമണ്ഡലം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, SNDP യോഗം തുടങ്ങിയ സംഘടനകളാണ്. C. കേശവൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ സമരത്തെ അടിച്ചമർത്താൻ ഭരണകൂടം ഏറെ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു. പാലിയത്തെ റോഡുകളിലൂടെ സഞ്ചരിക്കാൻ മുഴുവൻ ആളുകൾക്കും അനുവാദം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ ഭരണകൂടം നിർബന്ധിതരായി. അടുത്തത് ദേശീയ പ്രസ്ഥാനം. കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ താരതമ്യേന ദുർബലമായിരുന്നു. C. ശങ്കരൻ നായർ, G. P. പിള്ള എന്നിവരായിരുന്നു കോൺഗ്രസിലെ പ്രമുഖരായ ആദ്യകാല നേതാക്കന്മാർ. 1897 അമരാവതിയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു C. ശങ്കരൻ നായർ. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ നടന്ന സുപ്രധാന സംഭവവികാസങ്ങൾ താഴെ പറയുന്നവയാണ്. 1920 ഖിലാഫത്ത് പ്രസ്ഥാനം, നിസ്സഹകരണ പ്രസ്ഥാനം. 1921 അഖില കേരള രാഷ്ട്രീയ സമ്മേളനം, പൂക്കോട്ടൂർ സംഭവം, വാഗൺ ട്രാജഡി. 1930 ഉപ്പ് സത്യാഗ്രഹം. 1932 നിവർത്തന പ്രക്ഷോഭം, ശ്രീമൂലം അസംബ്ലിയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തിനു വേണ്ടി നടന്ന സമരം. 1936 A. K. ഗോപാലൻ്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്കുള്ള പട്ടിണി ജാഥ. തൃശ്ശൂരിലെ ഇലക്ട്രിസിറ്റി സമരം. 1941 കൊച്ചി പ്രജാമണ്ഡലത്തിൻ്റെ രൂപീകരണം. VR കൃഷ്ണൻ എഴുത്തച്ഛനായിരുന്നു ഈ സംഘടനയുടെ നേതാവ്. 1942 ക്വിറ്റ് ഇന്ത്യ സമരം, കീഴരിയൂർ ബോംബ് കേസ്. 1948 ഇക്കണ്ട വാര്യർ കൊച്ചിയിലെ പ്രധാനമന്ത്രിയായി. ജനകീയ സമരങ്ങൾ. കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു പ്രധാന സവിശേഷത കർഷകരുടെയും തൊഴിലാളികളുടെയും സജീവ പങ്കാളിത്തമാണ്. 1930കളിലാണ് സോഷ്യലിസ്റ്റ് ആശയങ്ങളും ഇടതുപക്ഷ രാഷ്ട്രീയവും കേരളത്തിൽ ആരംഭിച്ചത്. കോൺഗ്രസിനകത്തെ ഇടതുപക്ഷ വിഭാഗമായ കോൺഗ്രസ് സോഷ്യലിസ്റ്റുകൾ ആണ് ഇതിന് നേതൃത്വം നൽകിയത്. 1940 മൊളാറ കർഷക സമരം, 1941 കയ്യൂർ സമരം, 1946 പുന്നപ്ര വയലാർ സമരം എന്നിവയാണ് കേരളത്തിലെ പ്രധാന ജനകീയ സമരങ്ങൾ. മലയാളി സ്വത്വവും ഐക്യകേരള പ്രസ്ഥാനവും. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിവിടങ്ങളിലെ ജനങ്ങളുടെ സാംസ്കാരിക ഐക്യത്തിന് മലയാള ഭാഷ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു ഏകഭാഷ സംസാരിക്കുന്ന മലയാളി സമൂഹത്തെക്കുറിച്ച് 14-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട വ്യാകരണ ഗ്രന്ഥമായ ലീലാതിലകത്തിൽ പരാമർശമുണ്ട്. അച്ചടി, സാങ്കേതികവിദ്യ, നാട്ടുഭാഷാ പത്രങ്ങളുടെ സ്ഥാപനം എന്നീ ഘടകങ്ങളും മലയാളി സ്വത്ത് രൂപീകരണത്തിന് സഹായകമായിത്തീർന്നു. തിരുവിതാംകൂറിലെ സർക്കാർ ജോലികളിലേക്ക് പുറമേ നിന്നുള്ളവരെ നിയമിക്കുന്ന നിയമത്തിനെതിരെയുള്ള 1891 സമർപ്പിച്ച മലയാളി മെമ്മോറിയൽ ഈ അവബോധത്തിൻ്റെ ഒരടയാളമായിരുന്നു. EMS രചിച്ച 1.25 കോടി മലയാളികൾ മലയാളി സ്വത്വത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. 1949 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും സംയോജിച്ചുകൊണ്ട് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചു. ഐക്യകേരള രൂപീകരണത്തിലേക്കുള്ള ഒരു പ്രധാന ചുവടുവയ്പ്പായിരുന്നു അത്. സയ്യിദ് ഫസൽ അലിയുടെ അധ്യക്ഷതയിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനാണ് ഐക്യകേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്. തുടർന്ന് 1986 നവംബർ 1 കേരള സംസ്ഥാനം ഔദ്യോഗികമായി നിലവിൽ വന്നു. ഇത്രയാണ് SCERTയിൽ നമുക്ക് പഠിക്കാനുള്ളത്.